നമസ്കാരം, എൻ്റെ പേര് സൂര്യകുമാർ. ഇതാണ് എൻ്റെ ഭാര്യ രേഖ. ഞാൻ UK-ലാണ് ജനിച്ചത്. അതുകൊണ്ട് ഭാര്യ എന്നെ റീസായിപ്പ് എന്ന് വിളിക്കുക. എനിക്ക് പുതിയ സ്ഥലത്തേക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 2 മാസം മുമ്പ് നമ്മൾ കേപ്പ് വേഡിക്കാണ് പോയത്. 10-11 ദ്വീപുള്ള അവിടെ. ജനസംഖ്യ ആകെ ഒരു 5 ലക്ഷം ആൾക്കാർ. വളരെ ചെറിയ സ്ഥലമാണ്. പശ്ചിമ ആഫ്രിക്കയിൽ നിന്ന് നേരെ പടിഞ്ഞാറ് പോയാൽ അവിടെ എത്തി. നമ്മൾ നിൽക്കുന്ന മുറി നോക്കിയാൽ ഭയങ്കര രസമല്ല. അതുപോലെ പൈസയും മേടിച്ചിട്ടുണ്ട്. അത് പോട്ടെ. പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ പോർച്ചുഗീസിന് സംസാരിക്കുക. പണ്ട് പോർച്ചുഗലിന്റെ ഭരണമായിരുന്നു. ഇതിന് അവരുടെ ഏറ്റവും പ്രധാന ഭക്ഷണം കച്ചുപ്പ എന്ന് പറയുന്നത്. നല്ല സ്വാദുണ്ട്. പിന്നെ നമ്മൾ താമസിച്ച സ്ഥലത്തിന്റെ പേര് സാന്റ മറിയ. ആകെ 6000 ആൾക്കാരവിടെ താമസിക്കുന്നുള്ളൂ. നല്ല വൃത്തിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് നോക്കിയാൽ അറിയില്ല, ഇത് യൂറോപ്യൻ ശൈലിയിലാണ് പന്തേക്കുന്നത്. ഇതൊരു ആഫ്രിക്കൻ രാജ്യം കണ്ടാൽ തോന്നില്ല. പിന്നെ ആവശ്യമുള്ളതെല്ലാം കിട്ടും അവിടെ. നമുക്ക് ഹോട്ടലാണെങ്കിൽ ഹോട്ടല്, കടകളുണ്ട്. നമ്മൾ പോവുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡൊന്നും എടുത്തിട്ട് കാര്യമില്ല. പൈസ തന്നെ വേണം. അവിടുത്തെ പൈസൻ്റെ എസ്കൂഡ് എന്ന് പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ യൂറോസും ഉപയോഗിക്കാം. പിന്നെ കേപ്പ് വേർഡി എന്ന് പറഞ്ഞാൽ ഈ കടലിൻ്റെ നടുക്കണം. അപ്പം ഇങ്ങനെ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കും. നല്ല കട്ടിയുള്ളത് നിങ്ങൾ എടുത്തോളൂ. പക്ഷെ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ്. കാരണം ചൂടില്ല, തണുപ്പില്ല, നല്ല വെയിലും അടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കാറ്റാണെങ്കിൽ ഇങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തിൽ നിന്ന് വരാം. നമ്മൾ കിഴക്കിലേക്ക് പോയാൽ കാറ്റൊന്നുമില്ല, നല്ല സുഖമായിട്ട് ഇങ്ങനെ നടക്കും. പിന്നെ ഈ ദ്വീപിൻ്റെ പേര് സാൾ ആണ്. SAL. പോർച്ചുഗീസിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഉപ്പ് എന്നാണ്. ഈ സ്ഥലം നിങ്ങൾ സാന്റ മറിയെന്ന് കുറച്ചൊന്നും നടന്നാൽ മതി. അത് 1-2 കിലോമീറ്റർ. പക്ഷെ വണ്ടിയിൽ പോയാൽ അവിടുത്തെ ഏറ്റവും വലിയ സ്ഥലത്തേക്ക്. ഇതാണ് സലിനാസ് ഉപ്പ് കാണണം. ഇവിടെ ഇന്ന് പോർച്ചുഗീസിൻ്റെ ഏറ്റവും വലിയ ഉപ്പ് കയറ്റുന്നത്. പിന്നെ വേറൊരു സംഭവം ഉണ്ട് ഇവിടെ. നമുക്ക് വേണമെങ്കിൽ ഈ ഉപ്പ് വെള്ളത്തിൽ നീന്താം. ഭയങ്കര രസമാണ്. കാരണം എത്ര നോക്കിയാലും മുങ്ങാൻ പറ്റില്ല, ഇങ്ങനെ പൊന്തി കിടക്കും. പിന്നെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ മാത്രം മനസ്സിലാവില്ല ഇത് എങ്ങനത്തെ സ്ഥലമാണ്. കാരണം എന്ന് പറയുമ്പോൾ മരുഭൂമി പോലെയാണ്. പിന്നെ സാന്റ മറിയെന്ന് ഒരു 30 കിലോമീറ്റർ ഓടിച്ചാൽ നമ്മൾ ബ്ലൂ ആയിലെത്തും. എന്തിട്ട് ബ്ലൂ ആയി ഒന്നില്ല അവിടെ. അതിന് എത്ര നല്ലതാണ് ഷാർക്ക് ബേ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കും. പിന്നെ നമ്മുടെ കാലിൻ്റെ ഇടയിൽ കൂടെ ശ്രാവ് ഇങ്ങനെ നീന്തും. ഒരിക്കലും തൊടാൻ പാടില്ല കേട്ടാ, ഭയങ്കര അപകട. അപ്പോൾ കേപ്പ് വേർഡി 11 ദ്വീപ്, 5 ലക്ഷം ആൾക്കാർ. അണ്ടമാൻ്റെ പോലെ അത്ര ഇല്ല. ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ഇതൊരു ലോക വേൾഡ് കപ്പ് ഫുട്ബോളിലേക്ക് എത്തിയേക്കണേക്കാണ്. അപ്പോൾ പറ്റിങ്ങ എല്ലാ അവസരം കിട്ടിയാൽ ഒന്ന് പോയി നോക്കിക്കോളാം കേപ്പ് വേർഡിയിൽ.